ഹായ് എവ്രി വൺ. വോൾട്ടേജ് സ്റ്റെബിലൈസർ എന്ന് പറയുന്ന ടോപ്പിക്കിൻ്റെ കണ്ടിന്യൂഷനാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് ടൈപ്സ് ഓഫ് വോൾട്ടേജ് സ്റ്റെബിലൈസറിൽ സ്റ്റെപ്ഡ് വോൾട്ടേജ് ടൈപ്പ് സ്റ്റെബിലൈസറിൻ്റെ അകത്ത് മാനുവലും ഓട്ടോമാറ്റിക്കും രണ്ടെണ്ണം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വീഡിയോയ്ക്കകത്ത് അതിൻ്റെ അടുത്ത രണ്ട് ടൈപ്സ് വരുന്നത് സെർവോ വോൾട്ടേജ് സ്റ്റെബിലൈസറും കറണ്ട് വോൾട്ടേജ് ട്രാൻസ്ഫോമർ ടൈപ്പ് സ്റ്റെബിലൈസറുമാണ്. ഇപ്പോൾ ഈ രണ്ടെണ്ണമാണ് ഇതിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് വൺ, സെർവോ വോൾട്ടേജ് സ്റ്റെബിലൈസർ. ദ സെർവോ വോൾട്ടേജ് സ്റ്റെബിലൈസർ എംപ്ലോയ്സ് എ ടൊറോയിഡൽ ഓട്ടോ ട്രാൻസ്ഫോമർ, എ സെർവോ മോട്ടോർ ഡ്രിവൺ ബൈ എ സെൻസിങ് സർക്യൂട്ട് വിച്ച് സെൻസസ് ദ വോൾട്ടേജ്. അപ്പോൾ സെർവോ മോട്ടോർ സ്റ്റെബിലൈസറിനകത്ത് രണ്ട് മെയിൻ പാർട്സ് ആണുള്ളത്. ഒന്ന് ഒരു ടൊറോയിഡൽ ഓട്ടോ ട്രാൻസ്ഫോമറും പിന്നെ ഒരു സെർവോ മോട്ടറും. ഈ സെർവോ മോട്ടറിനെ ഈസ് ഡ്രിവൺ ബൈ എ സെൻസിങ് സർക്യൂട്ട്. ഒരു സെൻസിങ് സർക്യൂട്ട് ഉപയോഗിച്ചാണ് സെർവോ മോട്ടറിനെ ഡ്രൈവ് ചെയ്യിക്കുന്നത്. സെൻസിങ് സർക്യൂട്ട് വോൾട്ടേജിനെ സെൻസ് ചെയ്തിട്ട് അതിനനുസരിച്ചാണ് സെർവോ മോട്ടർ റൊട്ടേറ്റ് ചെയ്യുന്നത്. ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഔട്ട്പുട്ട് ആൻഡ് നോമിനൽ വോൾട്ടേജ് ഈസ് സെൻസ്ഡ് ബൈ എ സെൻസിങ് സർക്യൂട്ട്. ഒരു സെൻസിങ് സർക്യൂട്ട് ഉപയോഗിച്ചിട്ട് നമ്മുടെ ഔട്ട്പുട്ട് വോൾട്ടേജിനെയും നോമിനൽ വോൾട്ടേജിനെയും മെഷർ ചെയ്ത് രണ്ടിൻ്റെയും ഡിഫറൻസ് മെഷർ ചെയ്യും. എനി വേരിയേഷൻസ് ഇൻ മെയിൻസ് കോസ് ദി മോട്ടോർ ടു മൂവ് ക്ലോക്ക് വൈസ് ഓർ ആൻറ്റി ക്ലോക്ക് വൈസ്, ദസ് കറക്റ്റിംഗ് ദി വോൾട്ടേജ്. മെയിൻ വോൾട്ടേജിനകത്ത് അല്ലെങ്കിൽ മെയിൻസിൻ്റെ അകത്ത് എന്ത് വേരിയേഷൻസ് നമുക്ക് ഡിസൈഡ് ആയിട്ടുള്ള വോൾട്ടേജിൽ നിന്നുള്ള എന്ത് വേരിയേഷൻസ് വന്നാലും അതിനെ സെൻസ് ചെയ്തിട്ട് അതിനനുസരിച്ച് മോട്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലോ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലോ റൊട്ടേറ്റ് ചെയ്യും. അതോടൊപ്പം മോട്ടർ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ അല്ലെങ്കിൽ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നതോട് കൂടിയിട്ട് വോൾട്ടേജിനെ കറക്റ്റ് ചെയ്യാനുള്ള ഒരു സംവിധാനം കൂടി അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. ഇതാണ് റൈറ്റ് സൈഡിൽ കാണിച്ചിട്ടുള്ളതാണ് ഒരു സെർവോ വോൾട്ടേജ് ടൈപ്പ് സ്റ്റെബിലൈസറിൻ്റെ ഫിഗർ. എ സെർവോ വോൾട്ടേജ് സ്റ്റെബിലൈസർ ഈസ് പ്രൊവൈഡഡ് വിത്ത് 3 ട്രാൻസ്ഫോമേഴ്സ് ഫംഗ്ഷൻ അലോങ് വിത്ത് കൺട്രോൾ സർക്യൂട്ട് ആൻഡ് എ സെർവോ മോട്ടർ. ഈ സെർവോ വോൾട്ടേജ് ടൈപ്പ് സ്റ്റെബിലൈസറിൻ്റെ അകത്ത് 3 ട്രാൻസ്ഫോമേഴ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഫിഗറിൽ കാണിച്ചിട്ടുണ്ട്. T1 ട്രാൻസ്ഫോമർ ഉണ്ട്, അതുപോലെ T2 എന്ന് പറയുന്ന ഒരു ബക്ക് ബൂസ്റ്റ് ട്രാൻസ്ഫോമർ ഉണ്ട്. നെക്സ്റ്റ് വൺ ഉള്ളത് നമുക്ക് T3 എന്ന് പറയുന്ന ട്രാൻസ്ഫോമർ ഉണ്ട്. അങ്ങനെ 3 ട്രാൻസ്ഫോമറും ഒരു കൺട്രോൾ സർക്യൂട്ട് അലോങ് വിത്ത് എ സെർവോ മോട്ടർ, സെൻസിങ് ആൻഡ് ആംപ്ലിഫയർ എന്ന് പറഞ്ഞൊരു സർക്യൂട്ട്, റെഫറൻസ് സർക്യൂട്ട് എല്ലാം ഉണ്ട് ഇവിടെ. അതുകൂടാതെ ഒരു സെർവോ മോട്ടർ എന്ന് പറയുന്ന ഒരു സെർവോ മോട്ടർ കൂടി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. T1 ഈസ് എ കണ്ടിന്യൂസ്ലി വേരിയബിൾ ടൊറോയിഡൽ ഓട്ടോ ട്രാൻസ്ഫോമർ. T1 എന്ന് പറയുന്നത് കണ്ടിന്യൂസ്ലി വേരി ചെയ്യുന്ന ഒരു ടൊറോയിഡൽ ട്രാൻസ്ഫോമറാണ്. ടൊറോയിഡൽ ഓട്ടോ ട്രാൻസ്ഫോമറാണ്, അല്ലെങ്കിൽ വേരിയബിൾ റെസിസ്റ്ററോട് കൂടിയിട്ടുള്ള ഒരു ടൊറോയിഡൽ ഓട്ടോ ട്രാൻസ്ഫോമർ വിച്ച് ഈസ് ഡ്രിവൺ ബൈ എ മോട്ടോർ കോൾഡ് സെർവോ മോട്ടർ. ഈ സെർവോ മോട്ടർ റൊട്ടേറ്റ് ചെയ്യുന്നതിനനുസരിച്ചാണ് നമ്മുടെ ഈ T1 എന്ന് പറയുന്ന ട്രാൻസ്ഫോമർ വർക്ക് ചെയ്യുന്നത്. ദി ഔട്ട്പുട്ട് വോൾട്ടേജ് ഫ്രം ദി വേരിയാക്ക്, ഈ വേരിയാക്കിൽ നിന്നുള്ള ഔട്ട്പുട്ട് വോൾട്ടേജ് ഡ്രൈവ്സ് ദി സീരീസ് ബക്ക് ബൂസ്റ്റ് ട്രാൻസ്ഫോമർ T2. സീരീസ് ബക്ക് ബൂസ്റ്റ് ട്രാൻസ്ഫോമർ T2 ഇൻപുട്ട് സപ്ലൈക്ക് അല്ലെങ്കിൽ നമ്മുടെ ഇൻപുട്ട് ലൈൻ ഇൻപുട്ടിന് സീരീസ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഓട്ടോ ട്രാൻസ്ഫോമറിൻ്റെ ഔട്ട്പുട്ട് ഉപയോഗിച്ചാണ് നമ്മൾ ഈ ബക്ക് ബൂസ്റ്റ് ട്രാൻസ്ഫോമർ T2 എന്ന് പറയുന്ന ട്രാൻസ്ഫോമറിന് ഡ്രൈവ് ചെയ്യുന്നത്. ബൂസ്റ്റ് ടേക്ക് പ്ലേസ് വെൻ ദ വേരിയബിൾ ടാപ്പ് ആം മൂവ് ഡൗൺസ്. ഈ വേരിയബിൾ ടാപ്പ് ആം എന്ന് പറയുന്നത് ഇതാണ്. വേരിയബിൾ ടാപ്പ് ആം താഴേക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ ഔട്ട്പുട്ട് വോൾട്ടേജിനെ ബൂസ്റ്റ് ചെയ്യും, ഇതിലേക്ക് കൊടുക്കുന്ന വോൾട്ടേജിനെ ബൂസ്റ്റ് ചെയ്യും. ഇവിടെ നിന്ന് ഇങ്ങോട്ട് കൊടുക്കുന്ന വോൾട്ടേജിനെ ഇവിടെ ബൂസ്റ്റ് ചെയ്തിട്ടാണ് നമുക്ക് കിട്ടുക. ഇനി ബക്സ് ദി വോൾട്ടേജ് വെൻ ദി ആം മൂവ്സ് അപ്പ്. ഇനി ആം മേലേക്കാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ വോൾട്ടേജ് നമുക്ക് ബക്ക് ചെയ്തിട്ടാണ് കിട്ടുക, അതായത് കുറച്ചിട്ടാണ് നമുക്ക് വോൾട്ടേജിൻ്റെ ഔട്ട്പുട്ട് കിട്ടുക. ദ ട്രാൻസ്ഫോമർ T3 പ്രൊവൈഡ്സ് ദ റിക്വയേർഡ് റെഫറൻസ് വോൾട്ടേജ്. ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ട്രാൻസ്ഫോമർ T3 ആണ്. ട്രാൻസ്ഫോമർ T3 ആണ് ഇവിടെ നമുക്ക് ആവശ്യമായിട്ടുള്ള റെഫറൻസ് വോൾട്ടേജ് ആൻഡ് സെൻസിങ് വോൾട്ടേജ് ഓഫ് ദ ഇലക്ട്രോണിക് സർക്യൂട്ട്. ഇവിടെ സെൻസർ ആൻഡ് ഇലക്ട്രോണിക് സർക്യൂട്ട്സ്, ആംപ്ലിഫയർ ഒക്കെ ഇലക്ട്രോണിക് സർക്യൂട്ട്സ് അവിടെ പ്രൊവൈഡഡ് ആണ്. ഈ ഇലക്ട്രോണിക് സർക്യൂട്ട്സിലേക്ക് വേണ്ട റെഫറൻസ് വോൾട്ടേജ് അതുപോലെ സെൻസിങ് വോൾട്ടേജ് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നത് ആരാണ്? T3 എന്ന് പറയുന്ന T3 എന്ന് പറയുന്ന ട്രാൻസ്ഫോമറാണ് റെഫറൻസ് വോൾട്ടേജും സെൻസിങ് വോൾട്ടേജും ഇലക്ട്രോണിക് സർക്യൂട്ടിന് കൊടുക്കുന്നത്. ഈ സെൻസിങ് വോൾട്ടേജ് അല്ലെങ്കിൽ ആ സെൻസിങ് വോൾട്ടേജ് അല്ലെങ്കിൽ ആ ഒരു
ഇലക്ട്രോണിക് സർക്യൂട്ടിൻ്റെ റിസൾട്ട് അനുസരിച്ചാണ് ഏത് വർക്ക് ചെയ്യുന്നത്, നമ്മുടെ മോട്ടർ ഡ്രൈവ് ചെയ്യുന്നത്. ഈ മോട്ടറിൻ്റെ റിസൾട്ട് അനുസരിച്ച് അല്ലെങ്കിൽ മോട്ടറാണ് നമ്മുടെ T1 എന്ന് പറയുന്ന ട്രാൻസ്ഫോമറിന് ഡ്രൈവ് ചെയ്യുന്നത്. ഇനി വെൻ ദി ഔട്ട്പുട്ട് വോൾട്ടേജ് ഈസ് ലെസ് ദാൻ ദ റെഫറൻസ് വോൾട്ടേജ്, നമ്മൾ കൊടുക്കുന്ന അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് വോൾട്ടേജ് റെഫറൻസ് വോൾട്ടേജിനേക്കാളും കുറവാണെങ്കിൽ എന്ത് സംഭവിക്കും? ദ ഇലക്ട്രോണിക് സർക്യൂട്ട് സെൻസസ് ദ ഡിഫറൻസ്. ഇലക്ട്രോണിക് സർക്യൂട്ട് ആ ഡിഫറൻസ് സെൻസ് ചെയ്യും. ദെൻ ഡ്രൈവ്സ് ദ മോട്ടർ ഇൻ ദ വൺ ഡയറക്ഷൻ. അതിന് ഡിഫറൻസ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് മോട്ടറിനെ ഒരു ഡയറക്ഷനിൽ ഡ്രൈവ് ചെയ്യിക്കും. അപ്പോൾ റിസൾട്ട് എന്തായിരിക്കും? വോൾട്ടേജ് കുറവായതാണ് നമ്മുടെ കാരണം. സോ നമ്മുടെ വോൾട്ടേജിനെ എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്തിട്ടുള്ളൊരു ഇൻക്രീസ്ഡ് ഔട്ട്പുട്ട് വോൾട്ടേജിനെ നമുക്ക് കിട്ടും. ഇനി വെൻ ദി ഔട്ട്പുട്ട് വോൾട്ടേജ് ഇൻക്രീസസ് എബവ് ദ റേറ്റിംഗ്, നമ്മുടെ റേറ്റിങ്ങിൻ്റെ മേലേക്കാണ് ഔട്ട്പുട്ട് വോൾട്ടേജ് ഇൻക്രീസ് ചെയ്തിട്ടുള്ളതെങ്കിൽ എന്ത് സംഭവിക്കും? നേരത്തെ തിരിഞ്ഞതിന് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് മോട്ടോർ ഡ്രൈവ് ചെയ്യും, അല്ലെങ്കിൽ മോട്ടോർ തിരിയും. ഈ സമയത്ത് നമ്മുടെ ഔട്ട്പുട്ട് വോൾട്ടേജ് ഡിക്രീസ് ചെയ്യും. ഇൻക്രീസ് അല്ല, ഔട്ട്പുട്ട് വോൾട്ടേജ് ഡിക്രീസ് ചെയ്യും. വെൻ ദി ഔട്ട്പുട്ട് വോൾട്ടേജ് ആൻഡ് ദി റെഫറൻസ് ആർ ഈക്വൽ. ഇനി ഔട്ട്പുട്ട് വോൾട്ടേജും റെഫറൻസ് വോൾട്ടേജും ഈക്വൽ ആണെങ്കിൽ എന്താ സംഭവിക്കുക? സെർവോ മോട്ടോർ വിൽ ബി സ്വിച്ച്ഡ് ഓഫ് ബൈ ദ സർക്യൂട്ട്. സെർവോ മോട്ടർ അവിടെ വർക്ക് ചെയ്യില്ല. സെർവോ മോട്ടറിന് റെഫറൻസ് വോൾട്ടേജും അതുപോലെ നമ്മുടെ ഔട്ട്പുട്ട് വോൾട്ടേജും തമ്മിലൊരു ഡിഫറൻസ് ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് മാത്രമാണ് നമ്മുടെ സെർവോ മോട്ടർ വർക്ക് ചെയ്യുക. അപ്പോൾ ഈ ഡിഫറൻസ് കിട്ടാത്തത് കൊണ്ട് സെർവോ മോട്ടർ വർക്ക് ചെയ്യില്ല, സെർവോ മോട്ടർ ഓഫായി പോകും. ഓർക്കുക, റെഫറൻസ് വോൾട്ടേജിനേക്കാളും വോൾട്ടേജ് കുറവാണെങ്കിൽ റിസൾട്ട് നമുക്ക് ഔട്ട്പുട്ട് വോൾട്ടേജ് ഇൻക്രീസ് ചെയ്ത് കിട്ടും. റെഫറൻസ് വോൾട്ടേജിനേക്കാളും കൂടിയ വോൾട്ടേജാണ് ഔട്ട്പുട്ട് വോൾട്ടേജിൽ വരുന്നതെങ്കിൽ മോട്ടർ തിരിച്ച് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കറങ്ങും, വോൾട്ടേജ് ഡിക്രീസ് ചെയ്യും. ഇൻക്രീസ് ചെയ്യല്ല, ഡിക്രീസ് ചെയ്യും. ആൻഡ് വെൻ ദി ഔട്ട്പുട്ട് വോൾട്ടേജും റെഫറൻസ് വോൾട്ടേജും ഈക്വൽ ആകുമ്പോൾ മോട്ടർ ഓഫായി പോകും. A servo stabilizer provides constant voltage to an accuracy around plus or minus 1% or plus or minus 0.5% and a correction range of 10 to 30 volts per second. സെർവോ സ്റ്റെബിലൈസർ സാധാരണ നമുക്കൊരു പ്ലസ് ഓർ മൈനസ് 1% അല്ലെങ്കിൽ പ്ലസ് ഓർ മൈനസ് 0.5% അത്രയും ആക്യുറസിയിലുള്ള കോൺസ്റ്റൻറ്റ് വോൾട്ടേജാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാറുള്ളത്. അതിൻ്റെ കറക്ഷൻ റേഞ്ച് എന്ന് പറയുന്നത് ഒരു 10 മുതൽ 30 വോൾട്ട്സ് വരെ ഒരു സെക്കൻഡിൽ കറക്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. A servo stabilizer is more accurate and also costlier and therefore used in the costlier equipments. സെർവോ സ്റ്റെബിലൈസർ പൊതുവെ അത്യാവശ്യം നല്ല ആക്യുറേറ്റ് ആയത്, നല്ല ഇലക്ട്രോണിക് സർക്യൂട്ട്സ് യൂസ് ചെയ്തുകൊണ്ടാണ് അതിന് കൂടുതലായിട്ട് ആക്യുറസിയാണ് വരുന്നത്. സോ അതുകൊണ്ട് തന്നെ അത് കോസ്റ്റ്ലിയർ ആയിരിക്കും. അത്യാവശ്യം കോസ്റ്റ് കൂടിയ ഒരു എക്യുപ്മെൻ്റാണ് സെർവോ സ്റ്റെബിലൈസർ. കോസ്റ്റ് കൂടിയത് കൊണ്ട് തന്നെ കോസ്റ്റ്ലിയർ ആയിട്ടുള്ള എക്യുപ്മെൻറ്റ്സ് ലൈക്ക് കമ്പ്യൂട്ടേഴ്സ്, സെറോക്സ് മെഷീൻസ്, മെഡിക്കൽ ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ്സിലൊക്കെയാണ് നമ്മൾ ഈ സെർവോ സ്റ്റെബിലൈസേഴ്സ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് അടുത്ത ടൈപ്പ് ഓഫ് വോൾട്ടേജ് സ്റ്റെബിലൈസറാണ് കോൺസ്റ്റൻറ്റ് വോൾട്ടേജ് ട്രാൻസ്ഫോമർ ടൈപ്പ് വോൾട്ടേജ് സ്റ്റെബിലൈസർ. എ കോൺസ്റ്റൻറ്റ് വോൾട്ടേജ് ട്രാൻസ്ഫോമർ വർക്ക്സ് ഓൺ ദ ഫെറോ റെസൊണൻറ്റ് പ്രിൻസിപ്പിൾ. ഫെറോ റെസൊണൻറ്റ് പ്രിൻസിപ്പിളിലാണ് നമ്മുടെ കോൺസ്റ്റൻറ്റ് വോൾട്ടേജ് ട്രാൻസ്ഫോമർ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എന്താണെന്ന് നോക്കാം. ദ വേരിയേഷൻ ഇൻ ദ പ്രൈമറി ഫ്ലക്സ്, ഒരു ട്രാൻസ്ഫോമറിൻ്റെ പ്രൈമറി ഫ്ലക്സിൽ വരുന്ന വേരിയേഷൻ വിത്ത് ആൻ അൺസാച്ചുറേറ്റഡ് അയൺ കോർ. പ്രൈമറി ഫ്ലക്സ് നിൽക്കുന്നത് ഒരു അൺസാച്ചുറേറ്റഡ് അയൺ കോറിലാണ്. ഡസ് നോട്ട് അഫക്റ്റ് ദി സെക്കൻഡറി ഫ്ലക്സ് വിത്ത് സാച്ചുറേറ്റഡ് അയൺ കോർ. അൺസാച്ചുറേറ്റഡ് അയൺ കോറുമായിട്ട് ലിങ്ക് ചെയ്ത് കിടക്കുന്ന പ്രൈമറി ഫ്ലക്സിൽ വരുന്ന മാറ്റങ്ങൾ സാച്ചുറേറ്റഡ് അയൺ കോറുമായിട്ട് ലിങ്ക് ചെയ്ത് കിടക്കുന്ന സെക്കൻഡറി ഫ്ലക്സിനെ അഫക്റ്റ് ചെയ്യേ ഇല്ല എന്നാണ് പറയുന്നത്. അതായത് പ്രൈമറി ഫ്ലക്സിൽ വരുന്ന മാറ്റങ്ങളെ സെക്കൻഡറി ഫ്ലക്സിനെ ബാധിക്കില്ല. നമ്മൾ സാധാരണ ട്രാൻസ്ഫോമറിൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ പ്രൈമറി ഫ്ലക്സിൽ വരുന്ന മാറ്റങ്ങളെല്ലാം സെക്കൻഡറി ഫ്ലക്സിലും മാറ്റങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഈ കോൺസ്റ്റൻറ്റ് വോൾട്ടേജ് ട്രാൻസ്ഫോമറിൽ പ്രൈമറി ഫ്ലക്സിൽ വരുന്ന മാറ്റങ്ങളെ സെക്കൻഡറി ഫ്ലക്സിൽ അഫക്റ്റ് ചെയ്യില്ല. Thus, the secondary induced voltage remains relatively independent of the voltage impressed upon the primary winding. അപ്പോൾ സെക്കൻഡറി ഫ്ലക്സ് പ്രൈമറി ഫ്ലക്സിനെ ഡിപ്പെൻഡ് ചെയ്യാത്തത് കൊണ്ട് തന്നെ സെക്കൻഡറി ഫ്ലക്സിൽ ഉണ്ടാവുന്ന വോൾട്ടേജ് പ്രൈമറി വൈൻഡിങ്ങിൽ ഉണ്ടാവുന്ന വോൾട്ടേജിൽ നിന്നും ഇൻഡിപെൻഡൻ്റ് ആയിട്ടായിരിക്കും സെക്കൻഡറി ഇൻഡ്യൂസ്ഡ് വോൾട്ടേജും റിമെയിൻ ചെയ്യാം. സെക്കൻഡറി വോൾട്ടേജ് വിൽ റിമെയിൻസ് റിലേറ്റീവ്ലി ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദി വോൾട്ടേജ് ഇംപ്രസ്ഡ് അപ്പോൺ ദി പ്രൈമറി വോൾട്ടേജ്. പ്രൈമറി വൈൻഡിങ്ങിൽ ഉണ്ടാവുന്ന വോൾട്ടേജിന് ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും ഏത് സെക്കൻഡറി വൈൻഡിങ്ങിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന വോൾട്ടേജ്. ഇൻ എ CVT കോൺസ്റ്റൻറ്റ് വോൾട്ടേജ് ട്രാൻസ്ഫോമർ, the primary and secondary coils are loosely coupled.
ഇവിടെ പ്രൈമറി കോയിൽസും സെക്കൻഡറി കോയിൽസും ഇത് രണ്ടുമാണ്. പ്രൈമറി കോയിലും സെക്കൻഡറി കോയിലും ലൂസ്ലി കപ്പിളായിട്ടാണ് കിടക്കുന്നത്. നമ്മുടെ സാധാ ട്രാൻസ്ഫോമർ ആണെങ്കിൽ ഇത് രണ്ടും എന്തായിരിക്കും? സ്ട്രോങ്ലി ഇലക്ട്രിക്കലി കപ്പിൾഡ് ആയിരിക്കും, സ്ട്രോങ്ലി മാഗ്നറ്റിക്കലി കപ്പിൾഡ് ആയിരിക്കും രണ്ടും. ഇവിടെ അത് ലൂസ്ലി കപ്പിൾഡ് ആയിട്ടാണ് കിടക്കുന്നത്. ദീസ് ആർ വൗണ്ട് ഓൺ സെപ്പറേറ്റ് സെക്ഷൻസ് ഓഫ് ദി ട്രാൻസ്ഫോമർ. ട്രാൻസ്ഫോമറിൻ്റെ രണ്ട് സെപ്പറേറ്റ് സെക്ഷൻസിലാണ് ഇത് രണ്ടും വൗണ്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. In between the coils, a separate shunt path is provided for the flux to flow. ഫ്ലക്സിന് ഫ്ലോ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് രണ്ട് ഫ്ലക്സ് ഫ്ലോ ചെയ്യുന്നതിൻ്റെ ഇടയിലായിട്ട് രണ്ട് വൈൻഡിങ്ങിൻ്റെ ഇടയ്ക്ക് ഒരു സെപ്പറേറ്റ് ഷണ്ട് പാത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ടു ഫ്ലോ ബട്ട് ആൻ എയർ ഗ്യാപ്പ് ഈസ് പ്രൊവൈഡഡ് ഇൻ ദ ഷണ്ട് പാത്ത്. ഈ ഷണ്ട് പാത്തിനകത്തൊരു എയർ ഗ്യാപ്പ് കൂടി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. Then a capacitor is provided in parallel with the secondary. സെക്കൻഡറിക്ക് പാരലൽ ആയിട്ട് ഒരു കപ്പാസിറ്റർ കൂടി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. വെൻ വോൾട്ടേജ് ഈസ് അപ്ലൈ ടു ദ പ്രൈമറി. ഇനി നമ്മൾ അതിൽ വോൾട്ടേജ് പ്രൈമറിയിലേക്ക് വോൾട്ടേജ് അപ്ലൈ ആണെങ്കിൽ എന്താ സംഭവിക്കുക? സ്റ്റാർട്ടിങ് ഫ്രം ദ സീറോ ഇഫ് ദ വോൾട്ടേജ് ഇൻക്രീസസ് സ്ലോലി ഇനീഷ്യലി. വോൾട്ടേജ് മെല്ലെ ഇൻക്രീസ് ചെയ്ത് വന്നിട്ട് സ്റ്റാർട്ടിങ് അത് വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യും, സീറോയിൽ നിന്ന് മെല്ലെ ഇൻക്രീസ് ചെയ്ത് വരും. All the flux generated by the primary voltage will pass through the lower half of the transformer. പ്രൈമറിയിൽ ഉണ്ടാവുന്ന എല്ലാ ഫ്ലക്സും all the primary voltage, all the flux generated by the primary voltage കാരണം ഉണ്ടാകുന്ന ഫ്ലക്സ് എല്ലാം will pass through the lower half of the transformer. ട്രാൻസ്ഫോമറിൻ്റെ ലോവർ ഹാഫിലൂടെ റൺ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ലോവർ ഹാഫിലൂടെ പാസ് ചെയ്യുന്നുണ്ട്. Because the air gap in the shunt path will prevent it from taking this path. എയർ ഗ്യാപ്പ്, ഷണ്ട് പാത്തിലുള്ള എയർ ഗ്യാപ്പ് കാരണം അതിലൂടെ ആ ഷണ്ട് പാത്തിലൂടെ ഫ്ലക്സ് ട്രാവൽ ചെയ്യുന്നത് ഒഴിവാക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഷണ്ട് പാത്തിലൊരു എയർ ഗ്യാപ്പ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ എയർ ഗ്യാപ്പ് ഉള്ളത് കാരണം നമ്മുടെ ഫ്ലക്സ് ലൈൻസ് ഷണ്ട് പാത്തിലേക്ക് കയറില്ല, പകരം അത് ലോവർ ഹാഫിലൂടെ റൺ ചെയ്യും, അല്ലെങ്കിൽ ലോവർ ഹാഫിലൂടെ പാസ് ചെയ്യും. As a result, the rise in the secondary voltage is proportional to the primary. അത് കാരണം സെക്കൻഡറി വോൾട്ടേജിൽ ഉണ്ടാകുന്ന വോൾട്ടേജ് റൈസ് എന്തായിരിക്കും? പ്രൈമറിക്ക് പ്രപ്പോർഷണൽ ആയിരിക്കും. ബട്ട് ആസ് വോൾട്ടേജ് ഇൻ ദ സെക്കൻഡറി റൈസസ് അറ്റ് എ സർട്ടൈൻ പോയിന്റ് ദ ഇംപിഡൻസ് ഓഫ് ദ കോയിൽ വിൽ ബിക്കം ഈക്വൽ ടു ദ ഇംപിഡൻസ് ഓഫ് ദ കപ്പാസിറ്റർ. സെക്കൻഡറി വോൾട്ടേജ് അല്ലെങ്കിൽ സെക്കൻഡറി കോയിലിലെ വോൾട്ടേജ് പ്രൈമറിക്ക് പ്രപ്പോർഷണൽ ആവും എന്ന് പറഞ്ഞു. കാരണം അത് ഷണ്ട് പാത്തിലൂടെ പാസ് ചെയ്യാതെ ഫുള്ള് ലോവർ പാർട്ടിലൂടെ തന്നെ പാസ് ചെയ്യുന്നത് കാരണം പ്രൈമറി വോൾട്ടേജിന് പ്രപ്പോർഷണൽ ആയിട്ടായിരിക്കും സെക്കൻഡറി വോൾട്ടേജ് ഉണ്ടാവുക. ഇനി അങ്ങനെ സെക്കൻഡറി വോൾട്ടേജ് ഒരുപാട് കൂടിയിട്ട് ഒരു സർട്ടൈൻ പോയിന്റ് എത്തിക്കഴിഞ്ഞാൽ കോയിലിൻ്റെ ഇംപീഡൻസസ് രണ്ടും ഈക്വൽ ആയിരിക്കും. അതായത് കപ്പാസിറ്റീവ് ഇംപിഡൻസും കോയിലിൻ്റെ ഇംപിഡൻസ് എന്ന് പറയുമ്പോൾ ഇൻഡക്റ്റീവ് ഇംപിഡൻസ്, കോയിലിൻ്റെ ഇംപിഡൻസ് ഇൻഡക്റ്റീവ് ഇംപിഡൻസും നമ്മൾ ഔട്ട്പുട്ടിൽ കണക്ട് ചെയ്ത സെക്കൻഡറിൻ്റെ കപ്പാസിറ്റീവ് ഇംപിഡൻസും രണ്ടെണ്ണം ഉണ്ട്. ഈ കോയിലിൻ്റെ ഇംപിഡൻസും ഈ കപ്പാസിറ്ററിൻ്റെ ഇംപിഡൻസും ഇത് രണ്ടും ഈക്വൽ ആവും. ഇങ്ങനെ ഇംപിഡൻസ് ഈക്വൽ ആവുന്നതിന് നമ്മൾ XL ഈക്വൽ ടു XC, അതായത് 2πfL ഈക്വൽ ടു 1/2πfC. ഇങ്ങനെ ഇംപിഡൻസ് ഈക്വൽ ആവുന്ന കണ്ടീഷൻ നമ്മൾ എന്താ പറയുക? കണ്ടീഷൻ ഓഫ് റെസൊണൻസ് എന്നാണ് പറയുക. അറ്റ് ദിസ് പോയിന്റ് എ ഹൈ കറണ്ട് വിൽ ഫ്ലോ ഇൻ ദ LC കറണ്ട്. ഈ റെസൊണൻസ് സംഭവിക്കുന്ന സമയത്ത് LC സർക്യൂട്ടിലൂടെ ഹൈ കറണ്ട് ഫ്ലോ ചെയ്യും. ഇതാണ് നമ്മുടെ LC സർക്യൂട്ടിലൂടെ ഹൈ കറണ്ടാണ് LC സർക്യൂട്ടിലൂടെ ഹൈ കറണ്ട് ഫ്ലോ ചെയ്യും. റിസൾട്ട്സ് ഇൻ ദ സഡൻ റൈസ് ഓഫ് വോൾട്ടേജ് അക്രോസ് ദ സെക്കൻഡറി. സോ എന്ത് സംഭവിക്കും? സെക്കൻഡറിയിൽ ഒരു സഡൻ റൈസ് ഓഫ് വോൾട്ടേജ് സംഭവിക്കും. പെട്ടെന്ന് സെക്കൻഡറിയിലെ വോൾട്ടേജ് സഡൻ ആയിട്ട് ഹൈ എമൗണ്ടിലേക്ക് ഇൻക്രീസ് ചെയ്യും. ദ കോർ ഇൻ ദിസ് സെക്ഷൻ ഓഫ് ദ ട്രാൻസ്ഫോമർ വിൽ സാച്ചുറേറ്റ്. വോൾട്ടേജ് അങ്ങനെ റൈസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ആ സെക്ഷനിലെ ട്രാൻസ്ഫോമറിൻ്റെ കോർ സാച്ചുറേറ്റഡ് ആയി പോകും. ഇറ്റ് പ്രിവെൻറ്റ്സ് ദ എൻട്രി ഓഫ് ദ ഫർദർ ഫ്ലക്സ് കമ്മിങ് ഫ്രം ദി പ്രൈമറി സൈഡ്. അപ്പോൾ എന്തായിരിക്കും? നമ്മുടെ പ്രൈമറി സൈഡിൽ നിന്ന് വരുന്ന ഫ്ലക്സ് സെക്കൻഡറി സൈഡിലേക്ക് കടക്കാതായി വരും. കോറ് സാച്ചുറേറ്റഡ് ആയി കഴിഞ്ഞാൽ പിന്നീട് അതിലേക്ക് കൂടുതൽ ഫ്ലക്സുകളൊന്നും പാസ് ചെയ്യില്ല. അപ്പം ഇങ്ങനെയാണ് നമ്മൾ ഫെറോ റെസൊണൻസ് എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ ഇവിടെ നടക്കുന്നത്. സാധാരണഗതിയിലാണെങ്കിൽ സാധാ ട്രാൻസ്ഫോമർ പോലെ തന്നെ രണ്ട് പ്രൈമറി അല്ലെങ്കിൽ പ്രൈമറി സെക്കൻഡറി വൈൻഡിങ്സ് തമ്മിലും ഫ്ലക്സ് ലിങ്ക് ചെയ്ത് പോകും. ഇനി
കാരണം ഷണ്ട് പാത്തിൽ എയർ ഗ്യാപ്പ് ഉണ്ടായത് കാരണം അതിലൂടെ ഫ്ലക്സിന് പോകാൻ പറ്റില്ല. സോ ഫ്ലക്സ് എന്ത് ചെയ്യും, താഴത്തെ പാർട്ടിലൂടെ ട്രാവൽ ചെയ്യും. അങ്ങനെ ഫ്ലക്സ് താഴത്തെ പാർട്ടിലൂടെ ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ പ്രൈമറി വോൾട്ടേജിനനുസരിച്ച് സെക്കൻഡറി വോൾട്ടേജിലും മാറ്റങ്ങൾ വരും. സെക്കൻഡറി വോൾട്ടേജ് അങ്ങനെ കൂടി ഒരു പരിധിക്കപ്പുറം എത്തിക്കഴിഞ്ഞാൽ അവിടെ എൽ സി സർക്യൂട്ടിൽ ഔട്ട്പുട്ടിലുള്ള കപ്പാസിറ്ററും കോയിലിൻ്റെ ഇൻഡക്റ്റൻസും തമ്മിൽ റെസൊണൻസ് സംഭവിക്കും. റെസൊണൻസ് സംഭവിച്ചു കഴിഞ്ഞാൽ അവിടെ കറണ്ട് ഹൈ ആയിട്ട് ഇൻക്രീസ് ചെയ്യും. കറണ്ട് അത്രയും ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടുത്തെ വോൾട്ടേജും സഡൻ റൈസ് സംഭവിക്കും. സെക്കൻഡറി വോൾട്ടേജ് സഡനായിട്ട് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ സെക്കൻഡറി വൈൻഡിങ് കണക്ട് ചെയ്തിട്ടുള്ള ആ ഭാഗത്തെ ട്രാൻസ്ഫോമറിൻ്റെ കോർ സാച്ചുറേറ്റഡ് ആയി പോകും. പിന്നെ പ്രൈമറിയിൽ നിന്ന് എക്സ്ട്രാ ഇനി ഒരു ഫ്ലക്സും സെക്കൻഡറിയിലേക്ക് കടക്കാതാവും. അങ്ങനെ സെക്കൻഡറിയിലേക്ക് കടക്കാതാവുന്ന ആ ഒരു കണ്ടീഷനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഈ ഫെറോ റെസൊണൻസ് എന്ന് പറയുന്ന കണ്ടീഷനാണ് ഇവിടെ സംഭവിക്കുന്നത്. Therefore, any increase in the flux due to the increase in the primary voltage has to take an alternate shunt path. So, എന്ത് ചെയ്യും, താഴേക്കൂടെ ഫ്ലക്സ് കടക്കാൻ അല്ലെങ്കിൽ ഫ്ലക്സിന് ട്രാവൽ ചെയ്യാൻ പറ്റാതാവുമ്പോൾ വേറെ ഒരു പാത്ത് കണ്ടുപിടിക്കണം. സോ ഇനി നമുക്ക് താഴെ ട്രാൻസ്ഫോമറിൻ്റെ താഴത്തെ പോർഷൻ ട്രാവൽ ചെയ്യാനില്ല എന്നുണ്ടെങ്കിൽ പിന്നെ വേറെ ഏതാണ് ഒരു വഴിയുള്ളത്, മേലെയുള്ള ഷണ്ട് പാത്താണ്. അപ്പോൾ ഫ്ലക്സ് ഷണ്ട് പാത്തിലൂടെ പാസ് ചെയ്യാൻ തുടങ്ങും. ഹെൻസ് വെരി ലിറ്റിൽ ഇൻക്രീസ് ഇൻ ദ സെക്കൻഡറി വോൾട്ടേജ് ടേക്സ് പ്ലേസ്. അപ്പോൾ അതെന്താ സംഭവിക്കുക, പിന്നെ ഇനി സെക്കൻഡറി വോൾട്ടേജിൽ പ്രൈമറി വോൾട്ടേജിനനുസരിച്ച് വലിയ മാറ്റങ്ങളൊന്നും വരില്ല, ചെറിയൊരു ഇൻക്രീസ് മാത്രമേ സംഭവിക്കുകയുള്ളൂ. ദിസ് ഡിഫറൻസ് ബി നള്ളിഫൈഡ് ബൈ എ ഫീഡ്ബാക്ക് വൈൻഡിങ്. ഒരു ഫീഡ്ബാക്ക് വൈൻഡിങ് FB എന്ന് പറയുന്ന ഒരു ഫീഡ്ബാക്ക് വൈൻഡിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ചെറിയ ഡിഫറൻസ് വരുന്നതിന് നള്ളിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് FB എന്ന് പറയുന്ന ഫീഡ്ബാക്ക് വൈൻഡിങ് യൂസ് ചെയ്യും. ഇഫ് ദ വോൾട്ടേജ് റിക്വയർഡ് ഈസ് ലോ, ഇനി നമുക്ക് വേണ്ട വോൾട്ടേജ് കുറവാണ് എന്നുണ്ടെങ്കിൽ the output winding can be separated from the if the voltage required is low, the output winding can be separated from the capacitor circuit. Capacitor circuit എന്ന് ഔട്ട്പുട്ട് വൈൻഡിങ്ങിനെ സെപ്പറേറ്റ് ചെയ്യണം. അതായത് കപ്പാസിറ്റർ സർക്യൂട്ട്, ഔട്ട്പുട്ട് സർക്യൂട്ടും കപ്പാസിറ്റർ സർക്യൂട്ടും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യാം. ആൻഡ് ദ ടാപ്പിംഗ്സ് ക്യാൻ ബി ടേക്കൺ ഔട്ട് ഓഫ് ദി കപ്പാസിറ്റർ. കപ്പാസിറ്ററിൽ നിന്നും ടാപ്പിംഗ്സിനെ എടുത്തു മാറ്റുക. ലോ വോൾട്ടേജ് നമുക്ക് വേണ്ടതെങ്കിൽ ഇങ്ങനെ കപ്പാസിറ്റർ സർക്യൂട്ടിനെ കംപ്ലീറ്റ് ആയിട്ടും ഔട്ട്പുട്ട് വൈൻഡിങ്ങിൽ നിന്നും എടുത്ത് മാറ്റേണ്ടി വരും. ദെൻ CVT മേ നോട്ട് ബി സ്യൂട്ടബിൾ ഫോർ ഇൻസ്ട്രുമെൻറ്റ്സ്. CVT സാധാരണ യൂസ് ചെയ്യാൻ പാടില്ലാത്ത ഇൻസ്ട്രുമെൻറ്റ്സ്. SCR പവർ സപ്ലൈ യൂസ് ചെയ്യുന്ന കേസ്, അതായത് തൈറിസ്റ്റർ പവർ സപ്ലൈ നമ്മൾ യൂസ് ചെയ്യുന്ന കേസിൽ CVT അത്ര സ്യൂട്ടബിൾ ആയിരിക്കില്ല. അല്ലെങ്കിൽ ഇൻഡക്റ്റർ or a capacitor is coming in the AC circuit. AC സർക്യൂട്ടിനകത്ത് ഇൻഡക്ടറോ കപ്പാസിറ്ററോ വരുന്ന കേസിലും CVT യൂസ് ചെയ്യാൻ സാധിക്കില്ല. or a motor drawing a heavy inrush current is used inside the instrument. ഹെവി ഇൻറഷ് കറണ്ട്, ഹെവി ആയിട്ടുള്ള സ്റ്റാർട്ടിങ് കറണ്ട് ഡ്രോ ചെയ്യുന്ന ഒരു മോട്ടർ ഈ ഇൻസ്ട്രുമെൻറ്റിൻ്റെ അകത്തുണ്ടെങ്കിലും നമുക്ക് CVT അവിടെ യൂസ് ചെയ്യാൻ സാധിക്കില്ല. ഇനി CVT സ്യൂട്ടബിൾ ആയിട്ടുള്ള ഏരിയാസ് എവിടെയൊക്കെയാണ്, ഇലക്ട്രോണിക് മെഷീൻസ് സച്ച് ആസ് ദ TVs, TV, കമ്പ്യൂട്ടർ, ഫാക്സ് മെഷീൻ പോലുള്ള ഇലക്ട്രോണിക് മെഷീൻസിനകത്ത് നമുക്ക് CVT യൂസ് ചെയ്യാം. ഇനി ടെസ്റ്റിംഗ് എ സ്റ്റെബിലൈസർ. ഒരു സ്റ്റെബിലൈസർ എങ്ങനെയാണ് ടെസ്റ്റ് ചെയ്യണതെന്ന്. സ്റ്റെബിലൈസർ ടെസ്റ്റ് ചെയ്യാനുള്ളൊരു ടിപ്പിക്കൽ സർക്യൂട്ട് ഡയഗ്രാമാണ് അതിൻ്റെ റൈറ്റ് സൈഡിൽ കാണിച്ചിട്ടുള്ളത്. ഒരു ഇൻപുട്ട് ഓട്ടോ ട്രാൻസ്ഫോമർ വെച്ചിട്ടുണ്ട്, അതിനകത്തേക്കൊരു വേരിയബിൾ ആമും വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മളൊരു AC വോൾട്ടേജ് മെഷർ ചെയ്യാനുള്ളൊരു വോൾട്ട് മീറ്റർ, പിന്നെ ഒരു അമ്മീറ്റർ, ഒരു സ്റ്റെബിലൈസർ അണ്ടർ ടെസ്റ്റ്, നമുക്ക് ടെസ്റ്റ് ചെയ്യേണ്ട സ്റ്റെബിലൈസർ അതിൻ്റെ ഇറക്കി കണക്ട് ചെയ്തു. ആ സ്റ്റെബിലൈസറിനെ ഏതെങ്കിലും ഒരു പ്രോപ്പറായിട്ടുള്ള ലോഡിലേക്ക് കണക്ട് ചെയ്തു. മെഷർ ചെയ്യാൻ ഔട്ട്പുട്ടിലും ഒരു വോൾട്ടേജും കറണ്ടും, വോൾട്ടേജ് മെഷർ ചെയ്യാൻ വേണ്ടി ഒരു വോൾട്ട് മീറ്ററും കറണ്ട് മെഷർ ചെയ്യാൻ വേണ്ടി ഒരു അമ്മീറ്ററും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. To test a stabilizer for its operating range, a variac and a rated load along the voltmeters, ammeters are necessary. പറഞ്ഞതുപോലെ തന്നെ ഒരു സ്റ്റെബിലൈസർ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഓപ്പറേറ്റിംഗ് റേഞ്ചിൽ ഒരു സ്റ്റെബിലൈസറിന് നമുക്ക് ടെസ്റ്റ് ചെയ്യണമെങ്കിൽ ആദ്യം എന്ത് വേണം, ഒരു വേരിയാക്ക് വേണം. ഒരു ഓട്ടോ ട്രാൻസ്ഫോമർ വേരി ചെയ്യുന്ന ഒരു ഓട്ടോ ട്രാൻസ്ഫോമർ നമ്മൾ വേരിയാക്ക് എന്ന് പറയുന്നത്, ഒരു വേരിയാക്ക്, പിന്നെ പ്രോപ്പറായിട്ടുള്ള ഒരു ലോഡ് വേണം. ദെൻ അലോങ് വിത്ത് വോൾട്ട്മീറ്റേഴ്സ് ആൻഡ് അമ്മീറ്റേഴ്സ്. കണക്ട് ദ സ്റ്റെബിലൈസർ ആസ് ഷോൺ. ഇതിൽ തന്നിട്ടുള്ളതുപോലെ സ്റ്റെബിലൈസറിനെ കണക്ട് ചെയ്യുക. ആൻഡ് വേരി ദ ഇൻപുട്ട് വോൾട്ടേജിൻ്റെ ഈ ആം അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇൻപുട്ട് വോൾട്ടേജിനെ നമുക്ക് വേരി ചെയ്യാൻ സാധിക്കും. And which is varying specified in the nameplate detail, such as the 170 to 260 volt or 130 to 270 volt. നമ്മുടെ നെയിം പ്ലേറ്റ് ഡീറ്റെയിലിനകത്ത് ഏത് റേഞ്ചിലാണോ വോൾട്ടേജിന് ഇൻപുട്ട് വോൾട്ടേജ് ചേഞ്ച് ചെയ്യാൻ പറഞ്ഞിട്ടുള്ള, അല്ലെങ്കിൽ അതിൻ്റെ ഇൻപുട്ട് വോൾട്ടേജിൻ്റെ വേരിയിങ് റേഞ്ച് നെയിം പ്ലേറ്റിൽ ഏതാണോ പറഞ്ഞിട്ടുള്ളത് ആ റേഞ്ചിൽ മാത്രമേ നമുക്കിവിടെ വോൾട്ടേജിന് ചേഞ്ച് ചെയ്യാൻ പാടുള്ളൂ. അതൊന്നെങ്കിൽ 170 to 260 റേഞ്ചിൽ, അല്ലെങ്കിൽ 130 to 270 റേഞ്ചിലായിരിക്കും വോൾട്ടേജ് വേരി ചെയ്യുന്നത്. The output voltage should be satisfied with the specified voltage such as the 200
ടു 240 വോൾട്ട്. നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് വോൾട്ടേജ് എന്തായിരിക്കണം? എപ്പോഴും 200ൻ്റെയും 240ൻ്റെയും ഇടയ്ക്ക്, 200ൻ്റെയും 240യുടെയും ഇടയ്ക്കായിട്ടുള്ള ഒരു സാറ്റിസ്ഫൈഡ് റേഞ്ചിൽ നമുക്ക് ഔട്ട്പുട്ട് വോൾട്ടേജിനെ കിട്ടണം. There should not be any undue heating or failures with the rated load for a continuous working. ഇനി ഈ റേറ്റഡ് ലോഡിനകത്ത് നമ്മുടെ നെയിം പ്ലേറ്റ് ഡീറ്റെയിലിൽ പറഞ്ഞിട്ടുള്ളത് പോലത്തെ റേറ്റഡ് ലോഡിനകത്ത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ വർക്ക് ചെയ്ത് കഴിഞ്ഞാലും അവിടെ ഒരു അൺഡ്യൂ ഹീറ്റിങ്ങോ അതുപോലെ ഫെയിലിയേഴ്സോ ഒന്നും വരാൻ പാടില്ല. ഇത്രയും കാര്യങ്ങളാണ് നമ്മളൊരു സ്റ്റെബിലൈസർ ടെസ്റ്റ് ചെയ്യുമ്പോൾ ചെയ്യുന്നത്.